അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിർസത്തെ സത്യവിശ്വാസിമാരെ മുസ്ലിമീങ്ങളെ, അൽഹംദുലില്ലാ ഒരു തിങ്കളത്തെ റമളാനിറെ കഠിനമൈത്തുല്യതായ പരിശ്രമവും നല്ല ഒരു തർബീയത്തിയെ പിന്നെ ഇതേപോലെ അള്ളാഹുർ ദീന് പൽക്ക വരെയും അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് തന്ന അള്ളാഹു ഞങ്ങളെ എല്ലാ ഇബാദാത്തും അള്ളാഹു കബൂലാക്കട്ടെ. റമളാനിറെ പിന്നെ പണ്ടതായ ഷവ്വാൽ, ആ ഷവ്വാൽ തിങ്കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പ്രത്യേകമായിട്ട് ചൊന്ന ഒരു വിഷയത്തിക്ക് ഇണ്ടത്തെ ക്ലാസ്സിൽ നെനപ്പാക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്കുള്ളതായ ചില സംശയങ്ങളും ദൂരീകരിക്കുകയത്തിക്ക് ഈ ഒരു സന്ദർഭ ഉപയോഗപ്പെടുത്തരുത്. അള്ളാഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നതായ ഈ വിഷയത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് കാണുക സാധിക്കരുത്. അതിൽ ഒരു ഹദീസ് ഇങ്ങനെ എത്തിക്കരുത്: മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു സിത്ത മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടത്, ആരെങ്കിലും റമളാൻ തിങ്കളുടെ നോമ്പെടുത്തിട്ട് അതിൽ പിന്നെ പണ്ടതായ ഷവ്വാലിൽ നിന്ന് 6 നോമ്പ് എടുത്തേണ്ടായെങ്കിൽ കാന കസിയാമി ദഹർ, അവನು ഒരു വർഷ ദഹർ ചൊന്നെങ്കിൽ ഇടീ ഒരു വർഷ നോമ്പെടുത്തത് സമാനമൈത്തിക്കറ്, അത്ര പ്രതിഫലം അവನು കൊണ്ടു ചൊന്നതൈത്തിക്കറ്. ನಾನು ಪಾಠ ಚೊನ್ನതുപോലെ വ്യത്യസ്തമായ റിപ്പോർട്ടിൽ ഈ ഹദീസ് ബന്നർ. വേറെ ഒരു ഹദീസിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അത് എങ്ങനെ ചൊന്നത്ത് പഠിപ്പാട്ടർ. അഥവാ റമളാനിറെ 30 നാൾ അത് 10 തിങ്കൾ നോമ്പെടുത്തത് സമാനൈത്തിക്കറ്. പിന്നെ ഉള്ളതായ 6 നാൾ അഥവാ ഷവ്വാലിന്റെ 6 നാൾ അത് 2 തിങ്ങൾക്ക് സമാനമായി തിക്കറ് ചൊന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നതും നമുക്ക് കാണുക സാധിക്കും. ഏതുപോലെ ഒരു നോമ്പുക്ക് 10 പ്രതിഫലം എത്തിക്കറ്. അപ്പോൾ 30 നാൾക്ക് 300 എത്തിക്കറ്. അതേപോലെ 6 നാൾക്ക് പിന്നെ ഉള്ളത് 10 പോലെ 60, അങ്ങനെ 360 നാൾ നോമ്പെടുത്തത് സമാനത്തെ എത്തിക്കറ്. റമളാനിറെ നോമ്പ് ഒരാൾ എടുത്തിട്ട് അതിൽ പിന്നെ ഉള്ളതായ ഷവ്വാലിൽ നിന്ന് 6 നോമ്പ് എടുത്തേണ്ടായെങ്കിൽ അയാൾക്കുള്ള കൂലി ഇടീ ഒരു വർഷ നോമ്പെടുത്തത് ഉള്ള പ്രതിഫല അയാൾ കൊണ്ട് ചൊന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ട്. ഇതേ തിക്കർ അത്യന്ത പ്രാധാന്യത്തുള്ളതായ ഒരു വിഷയം. അതേപോലെ ഈ ഹദീസെല്ലാം വിശദീകരിച്ചിട്ട് ഉലമാ ചൊന്നത് കാണുക സാധിക്കരുത്. ഇപ്പോൾ ഫർള് നിസ്കാരത്തെ കബുലും ബഅദും അല്ലെങ്കിൽ അതിന് മുന്നോളും പിന്നും ഞങ്ങൾ സുന്നത്ത് നിസ്കരിക്കുക. ആ സുന്നത്ത് നിസ്കാര ഫർള് നിസ്കാരത്തിൽ വന്നതായ എന്തെങ്കിലും ന്യൂനത്തമ അല്ലെങ്കിൽ എന്തെങ്കിലും കുറത്തെങ്ങ ഉണ്ടായി തിന്നിട്ടായെങ്കിൽ അതുക്കുള്ള പരിഹാരം എത്തിക്കരുത്. അതേപോലെ എത്തിക്കറ് റമളാനിറെ നോമ്പിൽ എന്തെങ്കിലും യാറെക്കുറോടി വന്നു തിന്നെങ്കിൽ അതിനെ പരിഹരിക്കരുത്, ആ ന്യൂനത്തരെ ഇല്ലായ്മ ചെയ്യരുത്. ഈ ഷവ്വാലിന്റെ നോമ്പ് കൊണ്ടു സാധിക്കരു ചൊന്നത്തു പടിപാട്ടിയതായ ഉലമാ ഉണ്ട്. അതേപോലെ റമളാനിറെ നോമ്പ് അത് സാധാരണയായിട്ട് എല്ലാ മുസ്ലിമീം എടുക്കാറ്, അതിങ്ങനെ തന്നെ ഒൽഗിറ പോലെ എത്തിക്കറ്. അപ്പോൾ അതേപോലെ ഒൽഗിറ ആൾമാർക്ക് അത് ഈസി എത്തിക്കറ്. അതേ സന്ദർഭത്തിൽ ഷവ്വാലിന്റെ നോമ്പ് എടുക്കുമ്പോൾ ആ റമളാനിൽ നേടിയെടുത്തതായ ഈമാനും തഖ്വയും ആർക്കുണ്ട അങ്ക് ഈ ഷവ്വാലിന്റെ നോമ്പ് എടുക്കുക സാധിക്കരുത്. ആ രീതിയിൽ ഇതിൽ വിശദീകരിച്ച ഉലമാവും ഉണ്ട്. അതേപോലെ റമളാനിറെ നോമ്പ് അത് ഫർളായ നോമ്പ് എത്തിക്കരുത്. ആ ഫർളായ നോമ്പിറെ ഒട്ടിಗೆ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഷവ്വാലിന്റെ നോമ്പ് 6 നോമ്പ് പഠിപ്പാട്ടത് കൊണ്ട് ഉദ്ദേശിക്കരുത്. അല്ലെങ്കിൽ അത് ഇടീ ഒരു വർഷ നോമ്പെടുത്തത് പ്രതിഫലം ഉണ്ടു ചൊന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഇടീ ഒരു വർഷ ഫർള് നോമ്പെടുത്ത് പ്രതിഫല ഉണ്ടു ചൊന്നത്തും വിശദീകരിച്ച ഉലമാക്കന്മാരുള്ള. അല്ലാഹു ആലം. ഏതായെങ്കിലും സഹോദരന്മാരെ, ഇടീ ഒരു വർഷ നോമ്പെടുത്ത പ്രതിഫല ഉണ്ടു ചൊന്നത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിത്ത്. അതുകൊണ്ടു റമളാനിറെ ഒരു തിങ്കൾ നോമ്പെടുത്തതായ ആൾമാർക്ക് എന്നുള്ളതായ അല്ലെങ്കിൽ ഷവ്വാലിൽ നിന്ന് 6 നോമ്പെടുക്കരുത്. അത് വലിയ ഒരു കഷ്ടമുള്ളതല്ല. ആ ഈമാനും അതേപോലെ അള്ളാഹുൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചിട്ട് നോമ്പെടുക്കുമ്പോൾ അള്ളാഹു മാർഗത്തെ ഈസിയാക്കി തണ്ട ചൊന്തു ഞങ്ങൾ മനസ്സിലാക്കും. ഇനി ഇതെത്തിക്കറ് ഈ ഷവ്വാലിന്റെ 6 നോമ്പുകു അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നതായ ഇതിരെ മഹത്വം ഇതെത്തിക്കറ്. ഇനി ഇത് എപ്പോൾ എത്തിക്കറ് ഈ നോമ്പ് എടുക്കണായത്? പല ആൾമാർക്കും പല രീതിയിലുള്ള സംശയമുണ്ട്. ആ രീതിയിൽ സംശയ കേൾക്കറങ്ങുള്ളാർ. ഒന്നൊന്ന് ബുട്ടുത്തെടുത്തെങ്ങ മയ്യാവ, അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് എടുക്കണ, അല്ലെങ്കിൽ അത് പെരുന്നാളിന്റെ പിറ്റേൻ്റെ എടുക്കുക സ്റ്റാർട്ടാക്കണം. അത് ഈ ഹദീസെല്ലാം വെച്ചിട്ട് ഉലമാ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടത് 3 അഭിപ്രായങ്ങൾ എത്തിക്കറ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് കാണുക സാധിക്കരുത്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം, റമളാൻ തീന്നിട്ട് അതേപോലെ ഈദുൽ ഫിത്തർ പണ്ട് ഷവ്വാൽ 1
ഷവ്വാൽ ജൻറ് പിടിച്ചിട്ട് 7 തോല കണ്ടിന്യൂ ആയിട്ട് നോമ്പെടുക്കുന്നതൈത്തിക്കര് അഫ്ളലായത് അത്യുത്തമമായ റൂപ്പ് അതൈത്തിക്കര്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഹദീസിലും ആ രീതിയിലെത്തിക്കര് ഈ വിഷയമായിട്ട് യോജിച്ച് വേണ്ടത്. കാരണം റസൂൽ ചൊല്ലുന്നത് റമളാനിലെ നോമ്പെടുത്തിട്ട് പിന്നെ വേണ്ടതായ ഷവ്വാൽ 6 നോമ്പ് എടുത്തേണ്ടായെങ്കിൽ അങ്ക് 1 വർഷം നോമ്പെടുത്ത പ്രതിഫലമുണ്ട്. അപ്പോൾ ഈ ഹദീസുമായിട്ട് യോജിച്ച് വേണ്ട റൂപ്പ അത് ഈ റമളാൻ തിങ്കളുടെ നോമ്പെടുത്തിട്ട് അതിന് പിന്നെ വേണ്ടതായ ഷവ്വാൽ 6 നാൾ കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നതൈത്തിക്കര് ചൊന്നുത്തു മനസ്സിലാക്കി തന്നതായ ഉലമാനെ നമുക്ക് കാണുക സാധിക്കരുത്. മാത്രമല്ല അതിന് ദലീലായിട്ട് ചൊന്നത് അള്ളാഹുര മഗ്ഫിറത്തുക്കും സ്വർഗത്തുക്കും നിങ്ങൾ കോമ്പറ്റീഷൻ കാട്ടറു, അതേപോലെ നല്ല വിഷയത്തിൽ ഹൈറാത്തിൽ നിങ്ങൾ മത്സരിക്കറു, അതേപോലെ അള്ളാഹുര തൃപ്തി നേടകു വേണ്ടിട്ട് റബ്ബെ നാണ് അർജൻറ്റായിട്ട് വന്ന് നിന്റെ തൃപ്തി നേടകു നാണ് ഓടിയോണ്ട് വന്നേ ചൊന്നുത്തു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്ന പൽക്കും. അതേപോലെ എല്ലാ വിഷയത്തിലും നിങ്ങൾ തെല്ല് ടൈം എടുത്തിട്ട് അവകാശം എടുത്തിട്ട് നിങ്ങൾ ആക്കറു. ആഖിറത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ലേട്ടാക്കൂ തീരാ ചൊന്ന ഹദീസെല്ലാം വെച്ചിട്ട് ഉലമാ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടത് ഇതിൽ അത്യുത്തമമായ റൂപ്പ അത് ഷവ്വാലിനെ ജൻറ് പിടിച്ചിട്ട് 7 തോല എടുക്കുന്നതെത്തിക്കര്. കാരണം അതിൽ പിന്നെ ഞങ്ങൾ ഹയാത്തോടു കൂടി ഇക്കുവാന ഷവ്വാൽ തീരോടത്തോളം ഞങ്ങൾ ഇക്കുവാന ചൊന്നത് ഗൊന്തില്ല. അപ്പോൾ കിട്ടിയ ടൈമും കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തുന്നതെത്തിക്കര് ഇതിൽ അത്യുത്തമമായ റൂപ്പ ഇതെത്തിക്കര് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ഉലമായുടെ ഇടയിൽ ഉള്ളത് ഷവ്വാലിനെ ഏത് നാളിലും എടുത്തെങ്കോ ഷവ്വാലിലെ ഫസ്റ്റത്തെ 10 നാളിൽ ജണ്ട് നോമ്പു, പിന്നത്തെ 10 നാളിൽ ജണ്ട് നോമ്പു, ലാസ്റ്റത്തെ 10 ജണ്ട് നോമ്പു, അല്ലെണ്ടായി 3 നാൾ ഒട്ടിക, പിന്നെ 3 നാൾ പിന്നെ ഓർക്കുക, അല്ലെണ്ടായി കണ്ടിന്യൂ ആയിട്ട് ഏതെങ്കിലും പോണഞ്ചേരി പിന്നെ ഒരാൾ സ്റ്റാർട്ടാക്കിയിട്ട് അങ്ങനെ എടുക്കുക. ഇനി ഒരു നാൾ വിട്ടുത്തു ഒരു നാൾ വിട്ടുത്തു ഒരു നാൾ അങ്ങനെ എടുക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത് സുമ്മ അത്ബഅു സിത്തം മിൻ ഷവ്വാൽ ചൊന്തൈത്തിക്കര് മിൻ ഷവ്വാലിൽ നിന്തെത്തിക്കര്. അപ്പോൾ ഷവ്വാൽ തീരെ മുന്നോളൂ ദുൽഖഅദത്തെ മാത കാണ്ട മുന്നോളൈത്ത് എപ്പോൾ വേണമെങ്കിലും എടുക്കുക ചൊന്നിട്ട് പഠിപ്പാട്ടിയ ഉലമാ ഉണ്ടു. ഇനി മൂന്നാമത്തെ അഭിപ്രായം നമുക്ക് കാണുക സാധിക്കരുത് പെരുന്നാളിൻ്റെ പിറ്റേൻ്റെ അഥവാ ഷവ്വാൽ ജണ്ട് ഈദുൽ ഫിത്തറിൻ്റെ പിറ്റേ നാൾ ചൊന്നത് ഞങ്ങൾക്ക് പെരുന്നാൾ ചൊന്നത് ആഘോഷിക്കുകയും സന്തോലിക്കുകയും കുടുംബ ബന്ധ സേർപ്പാട്ടും അതുകൊല്ലതല്ല ഒരു ടൈം എത്തിക്കരുത്. അപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേൻ്റെ പിടിക്കരുത് അത് ഇതുകെല്ലാം ചിലപ്പോൾ തടസ്സമായിട്ട് വരും. കുടുംബ ബന്ധ സേർപ്പാട്ട വിഷയത്തിൽ അല്ലെങ്കിൽ കുടുംബത്തങ്ങളെ മുട്ട പോകേണ്ട വിഷയത്തില ഇതുകെല്ലാം ചിലപ്പോൾ തടസ്സമായി വരും. അതുകൊണ്ടു അത് കുറേ നാൾ വിട്ടു നോമ്പ് എടുക്കുന്നതെത്തിക്കര് നല്ലത് ചൊന്നിട്ട് പഠിപ്പാട്ടം കൊള്ളാർ. ഏതായെങ്കിലും ഈ 3 അഭിപ്രായവും എതിരല്ല. ഈ 3 അഭിപ്രായം സ്വീകാര്യോഗ്യമായ അഭിപ്രായത്തിക്കര്. ഏതായെങ്കിലും നമുക്ക് ഫസ്റ്റത്തെ ആ ഷവ്വാലിന് ജൻറ് പിടിച്ച് 7 തോലമ അല്ലെങ്കിൽ ഒട്ടിക അയത്ത അല്ലെണ്ടായെങ്കിൽ മിഡിൽ അയത്ത അല്ലെണ്ടായെങ്കിൽ ഷവ്വാൽ തീരെ മുന്നോലയത്ത എങ്ങനായെങ്കിലും ഈ ഷവ്വാലിനെ 6 നോമ്പെടുക്കുന്നതെത്തിക്കര്. ഏതായെങ്കിലും അതിൽ അത്യുത്തമമായ റൂപ്പ ഷവ്വാൽ ജൻറ് പിടിച്ചിട്ട് 7 തോല എടുക്കുന്നതെത്തിക്കര്. അപ്പോൾ ഈ വിഷയത്തിൽ ഇത് ഞങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ ഒരു അഭിപ്രായ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വിഷയം ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് പല ആൾമാർക്കുള്ള സംശയം. ഇപ്പം റമളാനിലെ നോമ്പ് നഷ്ടപ്പെട്ടെന്നുള്ള ഒന്നെങ്കിൽ എന്തെങ്കിലും സീക്ക് കൊണ്ടുത്ത അല്ലെണ്ടായെങ്കിൽ സഫർ യാത്ര കൊണ്ടുത്ത അല്ലെങ്കിൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയായ കാലഘട്ട അല്ലെങ്കിൽ അശുദ്ധിയായിട്ടുള്ള ടൈം ഹൈല നിഫാസ് ഉള്ളതായ സന്ദർഭം ഇതിൽ നോമ്പെടുക്കുക അല്ലെങ്കിൽ നോമ്പ് വിട്ടുപോയതായിത്തിക്കും. അപ്പോൾ ആ നോമ്പ് കലാ എത്തിക്കണ ഫസ്റ്റ് വിടനായത് അല്ല ഈ ഷവ്വാലിനെ നോമ്പെടുക്കണ ചൊന്നത് എത്തിക്കണം. ഇതിൽ ഉലമാ പഠിപ്പാട്ടി തണ്ടത് ഈ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണത് ഫറൽ എത്തിക്കറ് ഒരു വ്യക്തിയുടെ ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമായിട്ടുള്ളത് അത് എത്തിക്കറ് ഫറൽ ചൊന്നിട്ട് ഞങ്ങൾ ചൊല്ലത് റമളാനിന്റെ നോമ്പ് ഫറൽ എത്തിക്കറ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫറൽ എത്തിക്കറ് ആ ഫസ്റ്റ് അയാൾ പൂർത്തിയാക്കണായത്. ഏതുപോലെ ഇപ്പോൾ ഒരാൾ ഫറല് നിസ്കരിക്കില്ല അയാൾ സുന്നത്ത് മാത്രം നിസ്കരിക്കലുണ്ടായെങ്കിൽ അത് അർത്ഥമില്ല. അല്ലെണ്ടായെങ്കിൽ സ്വതക്ക കൊടുക്കൂ അയാൾ സക്കാത്ത് കൊടുക്കില്ലാണ്ടായെങ്കിൽ അയാൾ വിഷയത്തിൽ ഞങ്ങൾ എന്ത് വെച്ചോളുക. കാരണം സക്കാത്ത് ചൊന്നത് നിർബന്ധമായിട്ടുള്ള ഇബാദത്ത് എത്തിക്കർ. അപ്പോൾ ആ നിർബന്ധമായത് അയാൾ ഫസ്റ്റ് കാക്കും. പിന്നെ എത്തിക്കർ അയാളെ മേൽ ഫറലല്ലാത്തതായ അല്ലെങ്കിൽ അയാൾക്ക് സുന്നത്തായിട്ടുള്ളതായ വിഷയമില്ലത്. അപ്പോൾ ഊടം അങ്ങനെമേ അയാൾ ഫറല് നോമ്പ് നഷ്ടപ്പെട്ട് തിക്കുമ്പോൾ അയാൾ ഫറല് നോമ്പായി തിക്കർ ഫസ്റ്റ് അയാൾ എടുക്കണായത് ഫസ്റ്റ് നോക്കണായത് ഫറലെത്തിക്കര് റമളാനിന്റെ നോമ്പ് ആ ഫറലായ നോമ്പ് കലാബീട്ടണു അതിന് പിന്നെ എത്തിക്കര് ഷവ്വാലിന്റെ നോമ്പ് അയാൾ എടുക്കണായത്. ഇനി ഇതേ വിഷയത്തിലുള്ള ഒരു സംശയം ഇപ്പോൾ ഒരു തിങ്കൾ റമളാനിന് ഇടി ഒരു തിങ്കൾ ഒരാൾ ഉഷാറില്ലട്ടമ്മ അല്ലെങ്കിൽ അയാൾക്ക് നോമ്പെടുക്കുക സാധിച്ചിട്ടില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഷവ്വാൽ ഇടി ഒരു തിങ്കൾ നോമ്പെടുത്തിട്ടായെങ്കിൽ അയാൾക്ക് പിന്നെ ഷവ്വാലിന്റെ നോമ്പെടുക്കുക 6 നോമ്പെടുക്കുക പിന്നെ ഒരു ചാൻസ് ഇല്ല.
കാരണം ഇടീ ഒരു തിങ്കളുടെ നോമ്പ് നഷ്ടപ്പെട്ടു. അപ്പോൾ അതേ ഇടീ ഒരു തിങ്കൾ പിന്നെ ഷവ്വാലിൽ എടുത്തിട്ടായെങ്കിൽ പിന്നെ അയാൾക്ക് നോമ്പ് എടുക്കുകയില്ല അവസരം ഇല്ലാണ്ടായി പോണ്ട്. ഷവ്വാലിൻ്റെ നോമ്പ് എടുക്കുക ആവാണ്ടെ പോണ്ട്. അപ്പം അങ്ങനത്തെ അങ്ങ് എന്തിനാക്കണം ചൊന്നത് എത്തിക്കരുത്. ഇവിടെ ഉലമാക്കന്മാർ ഹദീസിൽ വെച്ചിട്ട് പല അഭിപ്രായങ്ങളും ചൊന്നുള്ളാറ്. അതിൽ അത്യന്തം യോജിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ചൊന്നത് അത് ഈ റമദാനിൽ നഷ്ടപ്പെട്ടതായ നോമ്പ് അയാൾ ആ ഷവ്വാലിൽ കംപ്ലീറ്റ് ആക്കണം. അഥവാ ഫസ്റ്റ് അയാൾ നോക്കിയിട്ട് തീർക്കണായത് അല്ലെങ്കിൽ ഫസ്റ്റ് നോമ്പ് പിടിക്കണായത് അയാളെ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് എത്തിക്കരുത്. അതിന് പിന്നെ അയാൾക്ക് ടൈമില്ല അല്ലാണ്ടായെങ്കിൽ പിന്നെ അതിന് നാളില്ല ഉണ്ടായെങ്കിൽ ഇൻഷാ അള്ളാഹ് അയാൾ നിയത്തും ഇഖ്ലാസും അനുസരിച്ചിട്ട് അയാൾക്ക് അതുകൊള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുക ചൊന്നത് എത്തിക്കരുത്. അപ്പോൾ ഒന്നാമതായിട്ട് അയാളെ മേൽ നിർബന്ധമായിട്ടുള്ളതായ ഫർളായിട്ടുള്ളതായ നോമ്പ് എന്തുണ്ടാ അത് അയാൾ എന്താക്കണം, അയാൾ ആ നോമ്പ് എത്തിക്കര് അയാൾ കള്ളാബീടനായത് അതിന് പിന്നെ എത്തിക്കര് ഷവ്വാലിൻ്റെ നോമ്പ്. അതേപോലെ വ്യത്യസ്തമായ അഭിപ്രായം ചൊന്ന ഉലമാക്കന്മാരുള്ളവർ അതല്ല. കാരണം ഷവ്വാൽ ചൊന്നത് അത് പരിമിതമായിട്ടുള്ള സീമിതമായിട്ടുള്ള ഒരു തിങ്ങൾക്കുള്ളത്. അപ്പോൾ ഷവ്വാലിൻ്റെ നോമ്പ് ഫസ്റ്റ് എടുക്കട്ട് അയാൾ പിന്നെ റമദാനിൻ്റെ നോമ്പ് അല്ലെങ്കിൽ അയാൾക്ക് എടുക്കുക ആവാത്തതായ അല്ലെങ്കിൽ അയാളെ മേൽ ബാധ്യത കള്ളായിട്ടുള്ളതായ നോമ്പ് അയാൾ ബാക്കിയുള്ള തിങ്ങലിൽ ബാക്കിയുള്ള നാളിൽ അയാൾ നോക്കി വീട്ടിട്ട് ചൊന്ന ഉലമാക്കന്മാരുമുള്ളവർ. ഏതായെങ്കിലും നമുക്ക് മനസ്സിലാവരുത് ഇത് ഫർളായിട്ടുള്ള നോമ്പ് എന്തിനാ ഉണ്ട അത് അയാൾ ഫസ്റ്റ് നോക്കി വിടരുതെത്തിക്കര്. അതിന് പിന്നെ ടൈം ഉണ്ട് നാളുണ്ട് ചൊന്നെങ്കിൽ ഷവ്വാലിൻ്റെ നോമ്പ് എടുക്കരുതെത്തിക്കര്. ഇനി അത് ടൈം കിട്ടിയില്ല നോമ്പ് എടുക്കുക അയാൾക്ക് ബാക്കിയുള്ള നാളെങ്കിൽ ഇല്ല കിട്ടാണ്ട് പോയിട്ടുണ്ടായെങ്കിൽ അയാളെ നിയത്തും ഇഖ്ലാസും ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അതുകൊള്ള പ്രതിഫലം അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുക ചൊന്നത് എത്തിക്കര്. ഇതെത്തിക്കര് അത്യന്ത പ്രധാനമായിട്ട് ഈ ഷവ്വാലിൻ്റെ നോമ്പുമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണായത് ഒരു വിഷയം കൂടിയിട്ട് മനസ്സിലാക്കണായത് ഈ നോമ്പുകു ഷവ്വാലിൻ്റെ നോമ്പുകു ഞങ്ങൾ ജാവുകെ അല്ലെങ്കിൽ ഫജ്റിൻ്റെ മുന്നോലായിട്ട് ഞങ്ങൾക്ക് നിയ്യത്ത് വേണം. സാധാരണ സുന്നത്ത് നോമ്പ് ഇപ്പോൾ സുന്നത്ത് നോമ്പുകു ഞങ്ങൾ പലപ്പോഴും പഠിച്ച വിഷയത്തിക്കരുത്. ഇപ്പോൾ ഫജ്റിൻ്റെ പിന്നും നിയ്യത്ത് വെച്ചിട്ട് അയാൾക്ക് എന്താക്കുക കണ്ടിന്യൂ ആക്കാം. ഇങ്ങനെ നിബന്ധനയോട് കൂടിയിട്ട് പണ്ടതായ നോമ്പും കൊണ്ട് ഇപ്പോൾ യൗമ അറഫത്തെ നോമ്പ്, അതേപോലെ ആശുറ താസുആ നോമ്പ്, അതേപോലെ അങ്ങനെ നിബന്ധനയോട് കൂടിയിട്ട് പണ്ട് പ്രത്യേകമായിട്ട് അതിലെ പ്രതിഫലം ചൊന്നുത്തു പണ്ടതായ നോമ്പുകു ജാവുകു അയാൾ എന്താക്കണു നിയ്യത്ത് വയ്ക്കണു. ഫജ്ർ മുന്നിലായിട്ട് അയാൾക്ക് നിയ്യത്ത് വേണു. ഇല്ലേണ്ടായെങ്കിൽ അതിലെ ആ നോമ്പായിട്ട് കണക്കാക്കലെന്ന് എത്തിക്കരുത്. അതേപോലെ എത്തിക്കരുത് ഷവ്വാലിൻ്റെ വിഷയത്തിലും ജാവുക അല്ലെങ്കിൽ ഫജ്റിന് മുന്നിലായിട്ട് അയാൾക്ക് നിയ്യത്ത് വേണു. ഷവ്വാലിൻ്റെ നോമ്പ് എടുക്കരെ ചൊന്ന് നിയ്യത്തോടു കൂടി തെറ്റിക്കര അയാൾ സ്വഭയ്ക്ക് എൻട്രാവണായത് ചൊന്നത് ഞങ്ങൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണായ അത്യന്ത പ്രധാനമായിട്ടുള്ള വിഷയത്തിക്കര്. ഏതായെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു 6 നാൾ നോമ്പെടുക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഞങ്ങൾ എല്ലാ ഇബാദത്തും അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങൾ ഇന്ന് സ്വീകരിക്കട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.